ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരീഷും നികേഷും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ കയറി വരുന്നത്. ഇവരെ കാണുമ്പോൾ തന്നെ അച്ഛനെ കാണുമ്പോൾ ഇവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അച്ഛനാണല്ലോ ഇതൊക്കെ ഇളക്കി കൊടുത്ത് സുധീഷിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ആ ഒരു ദേഷ്യം അവർക്കുള്ളത് കൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. എന്നാലും വീണ്ടും വീണ്ടും അച്ഛൻ്റെ ഈ പാട്ടും സംസാരവും ഒന്നും കണ്ടിട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സുമേഷ് വന്ന് പറയാണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും പിള്ളേരെന്ന്. ദോശയും കറിയൊക്കെ ആയിട്ട് അച്ഛന് കഴിക്കാൻ കൊണ്ടെടുക്കണം. അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് ഏട്ടൻ നിധി ചേച്ചിയോട് ഇങ്ങനെയൊക്കെ കാണിച്ചതിന് പ്രധാനപ്പെട്ട കാരണം ഇങ്ങേരെ ഒറ്റൊരുത്തനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് അങ്ങോട്ട് തുടങ്ങി. അതിന് കൂട്ടായിട്ട് നിതീഷ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയാണ്, ദേ പിള്ളേരെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, അവന് വട്ടാണ്. ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. അവനത് കേട്ട് വേറെന്തോ തെറ്റിദ്ധരിച്ച് ഓടി അവളോട് പോകാൻ ഞാൻ പറഞ്ഞു കൊടുത്തോ. നിങ്ങൾ ഒറ്റ ഒരാൾ തന്നെയാണ്. നിങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളെ ഞാൻ പറഞ്ഞാലുണ്ടല്ലോ കൂടി പോവും. സുമേഷിന് ദേഷ്യം പറഞ്ഞിട്ട് സുമേഷ് പറയാം, എടാ പിള്ളേരെ മിണ്ടാതിരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ അച്ഛനും ദേഷ്യം പറഞ്ഞിട്ട് കേട്ടോ, ഓ ഞാനിവിടുന്ന് 2 ഉണക്ക ദോശ കഴിക്കുന്നതിനാണല്ലേ നിനക്കൊക്കെ പ്രശ്നം? എന്നാൽ പിന്നെ ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് വേണ്ട. എടാ അന്തസ്സായിട്ട് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ അറിയാം, മനസ്സിലായ? എൻ്റെ കയ്യിൽ കാശിപ്പം ഇല്ലെന്നേ ഉള്ളൂ. വേണമെങ്കിലേ വല്ല ടിപ്പറോ വല്ലതും ഓടിക്കാൻ പോയാൽ കുറച്ച് ദിവസം ഒരാഴ്ചത്തേക്കെങ്കിലും ഉള്ള ചിലവിനുള്ള കാശ് എൻ്റെ കൈ കിട്ടും. എനിക്കത് മതി തിന്നും കുടിച്ചും ജീവിക്കാൻ. നിന്നെയൊക്കെ ആരും ആശ്രയിക്കേണ്ട കാര്യമില്ല. എനിക്ക് ദോശയും വേണ്ട ഒന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതവിടെ വെച്ചിട്ട് അച്ഛൻ എണീറ്റ് അങ്ങ് പോകണം കേട്ടോ. തൊട്ട് പറയുക ഹരീഷിന് നല്ല ദേഷ്യം വരണം. ഹരീഷും വല്ലാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നികേഷും ഭക്ഷണം കഴിക്കാണ്ട് എണീറ്റ് പോവുക. കാരണം എടുത്തില്ലാത്തതുകൊണ്ട് അവനത് ഇറങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് സുമേഷ് പറയണമെങ്കിലും അവനത് കഴിക്കുന്നില്ല. അവസാനം ഹരീഷിനോട് ചെന്ന് പറയാം. ഹരീഷ് സുമേഷിനോട് പറയുന്നുണ്ട്, ഏട്ടൻ എന്തിനാ ഈ അച്ഛനെന്ന് പറഞ്ഞ് ഇങ്ങേർക്ക് ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നത്? അതുകൊണ്ട് അയാൾ വലിയ കാര്യത്തിൽ ഇവിടെ ഇങ്ങനെ നിളഞ്ഞു നടക്കുന്നത്. അച്ഛനല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? സുമേഷ് ഒന്നും മിണ്ടണില്ല കേട്ടോ. അതുപോലെ നിധി അന്ന് രാത്രി റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തോ കഴിച്ചതാണ്, രാത്രി മെസ്സിൽ ചെന്നിട്ടില്ല ഭക്ഷണം കഴിക്കാനായിട്ട്. വിദ്യ കൂടെ കൂട്ടുകാരി ഉണ്ടല്ലോ, പുള്ളിക്കാരി വന്ന് ചോദിക്കുകയാണ്, എന്താ നിധി നീ ഭക്ഷണം കഴിക്കാൻ വരാത്തെ? എനിക്ക് വിശക്കാഞ്ഞിട്ടാ. വേറെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ ഞാനേ എൻ്റെ റൂം ഇങ്ങോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്താലൊന്ന് മാഡത്തിനോടൊന്ന് ചോദിക്കാം. കാരണം എൻ്റെ റൂമിലുള്ളത് ഒരു ഹിന്ദിക്കാരി കൊച്ചാണേ. എന്ത് പറഞ്ഞിരിക്കാൻ, ഭാഷ നേരെ അറിയാത്തതുകൊണ്ട് എന്തെങ്കിലും 1-2 വാക്കിലങ്ങ് അവസാനിപ്പിക്കും. പിന്നെ ഇവിടെ നിധിയുടെ കൂടെയുള്ള ആളാണെങ്കിൽ നിധിക്ക് അത്രയ്ക്ക് പരിചയമായി വരുന്നില്ലേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഒരിടത്താണെങ്കിൽ പൊളിക്കുമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ജനലിൻ്റെ സൈഡിൽ കൂടെ ഡോറിൻ്റെ ആ ഒരു റോഡ് സൈഡിലായിട്ട് മേളിലേക്ക് എന്തോ ഒരു ബലൂൺ പൊങ്ങി വരുന്നത് ഈ കൂട്ടുകാരി കാണുക കേട്ടോ. അവളെ നിധിയോട് പറഞ്ഞു, നിധി അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിക്കുകയെന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഹാർട്ടിൻ്റെ സിമ്പലിലുള്ള ഒരു ബലൂൺ പൊങ്ങി വരുന്നുണ്ട്. അതിൽ സോറി എന്നൊക്കെ എഴുതിയിരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ജനലിൻ്റെ അടുത്തേക്ക് താഴെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് എത്തി നോക്കുമ്പോൾ റോഡിലേക്ക് നിൽക്കുന്ന സുധീഷാണ് ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം തന്നെ നിധിക്ക് നല്ല ദേഷ്യം വരാണ്. നിധി താഴെ ഇറങ്ങി ചെന്നിട്ട് സുധീഷിന് കുറേ വഴക്ക് കൊടുക്കുകയാണ് കേട്ടോ. എന്നെ നാണം കെടുത്താനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇവിടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ കുറച്ച് കുട്ടികളും അവിടെ താമസിക്കുന്ന മറ്റുള്ള കൂടെയുള്ള എല്ലാവരും കൂടെ വന്ന് നോക്കുകയായിട്ട് ഇവിടെ എന്താ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവസാനം സുധീഷ് പറഞ്ഞോണ്ട്, ഞാൻ ചെയ്ത തെറ്റായിപ്പോയി, നീ എന്നോട് മാപ്പ് പറ, ഒരു പ്രാവശ്യങ്ങളും എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. ഇല്ല, തന്നോട് ഞാൻ ക്ഷമിക്കില്ല. ഇതുപോലെ ഒരു വൃത്തികേടും കാണിച്ചിട്ട് പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇതുപോലെയുള്ള ഓരോ കോപ്രായങ്ങളും കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരല്ലേ. വല്ല തമിഴ് സിനിമയോ ഹിന്ദി സിനിമയോ ഒക്കെ കണ്ട് അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അതേപോലെ ഒന്നും എൻ്റെ അടുത്ത് എടുക്കാൻ വേണ്ടി വരല്ലേ എന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ പറഞ്ഞു വിടുക കേട്ടോ. നിധി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ കൂട്ടുകാരോട് പറയാം, അതെ നിങ്ങൾ നിധിയോടടുത്ത് താമസിക്കുന്നില്ലേ, ഞാൻ നിധിയോട് ചെറിയൊരു തെറ്റ് ചെയ്തു പോയി കേട്ടോ. അതിനാണ് എന്നോട് ഇത്ര ദേഷ്യം, എന്നോടൊന്ന് ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറയാവോ എന്ന് അവരോട് ചോദിക്കാം. നിധി ഇത് കണ്ടിട്ട് സുധീഷിനെ ചെറിഞ്ഞ് നോക്കുന്നുണ്ട്. അത് കണ്ട് സുധീഷ് വീണ്ടും പേടിച്ച് പോവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് ചെന്ന് കൂട്ടുകാരികളെല്ലാവരും ചോദിക്കുകയാണ്, എന്താ നിധി പ്രശ്നം? കസിൻ എന്നല്ലേ പറഞ്ഞത്, പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പിണക്കോ എന്തെങ്കിലും ഉണ്ടോ? അയാൾ എന്തോ തെറ്റ് ചെയ്തു എന്നോ? അങ്ങനെ ചെറിയ എന്തെങ്കിലും തെറ്റാണെങ്കിലും ക്ഷമിച്ചു കൊടുത്തൂടെ നിധി എന്ന് ചോദിക്കട്ടോ. അല്ല, അത് വേറെ കാര്യമാണ്, വേറെ പ്രശ്നമാണ്, അതൊന്നും പറയാൻ തൽക്കാലം പറ്റത്തില്ല എന്നിങ്ങനെ പറയാട്ടോ നിധി. ഇതൊക്കെ കഴിഞ്ഞിട്ട് കടയിലേക്ക് ചെന്നിട്ട് സുധീഷിൻ്റെ അച്ഛൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ സഹോദരനും അവിടെ വരുന്നുണ്ട്. അവർ തമ്മിൽ ചെറുതായിട്ടൊന്നും സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിനിടയ്ക്ക് സുമേഷ് എന്തോ ഒരു സാധനം അതേ കടയിൽ തന്നെ ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഉടനെ ആ കടക്കാരൻ ചോദിക്കുന്നുണ്ട്, എടാ സുമേഷേ, നിൻ്റെ വീട്ടിലെ നിൻ്റെ അനിയൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണില്ലേ, അവളിപ്പോൾ ഇല്ലേ, പോയി എന്നൊക്കെയാണല്ലോ അറിഞ്ഞത്. അപ്പോഴാണ് അത് ഏറ്റുപിടിക്കാനായിട്ട് ഇവിടെ
സുമേഷിൻ്റെ തന്നെ വെല്ലിച്ചൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എങ്ങനെ പറ്റും, ഇവന്മാരുടെ ഇടയിൽ ഏതെങ്കിലും പെങ്കൊച്ചുങ്ങൾ പറ്റുമോ? ആ അങ്ങനെ തന്നെ വേണം, പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താണ് അതിൻ്റെ മരുമോള് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കളിയാക്കാട്ടോ. അവസാനം സുധീഷിൻ്റെ അച്ഛന് ദേഷ്യം വന്നിട്ട് അയാളെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയണം, അതെ അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയണോ, എൻ്റെ മരുമോള് പോയതിൻ്റെ കാരണം? അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെയും എൻ്റെയും ഒരു പെങ്ങളുണ്ടല്ലോ, അവൾക്കൊരു മോളുണ്ടല്ലോ, നിങ്ങളുടെ മരുമോള്. അവൾ എൻ്റെ വീട്ടിൽ കല്യാണത്തിന് മുന്നേ ഒരുപാട് കയറി ഇറങ്ങി നടന്നതാണ്. സുമേഷിനെ കെട്ടണമെന്നും പറഞ്ഞും കൊണ്ട് കല്യാണത്താലേന്ന് വരെ വന്ന് കിടന്ന് ബഹളം വെച്ചതാ. ഈ കാര്യങ്ങൾ വല്ലതും ഞാൻ ഇവരോട് പറയട്ടെ, അപ്പോൾ അതോടെ എല്ലാം അടങ്ങിക്കോളും. എടാ അതൊരു പെങ്കൊച്ചിൻ്റെ കാര്യം, നീ എൻ്റെ ജീവിതം നശിപ്പിക്കല്ലേ? അപ്പോൾ അത് പെങ്കൊച്ചിൻ്റെ കാര്യം, ഇതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിലെ മരുമോളുടെ കാര്യം. അതുകൊണ്ട് മേലിൽ വാ തുറന്ന് മിണ്ടിപ്പോകരുത്, പറഞ്ഞേട്ടല്ലോ. ഇല്ലെങ്കിൽ സ്വന്തം സഹോദരി പുത്രിയെക്കുറിച്ച് ഞാൻ ഇവിടെ എല്ലാം പാട്ടാക്കും, അതിനേക്കാളും മിണ്ടാതിരുന്നോ എന്നും പറഞ്ഞ് വിരട്ടിയിട്ട് അയാൾ പോവാണ് കേട്ടോ. വീട്ടിൽ ചെന്ന് രാത്രി ചെല്ലുമ്പോൾ തന്നെ നികേഷ് മൂടി പൊതിച്ച് കിടക്കുകയാണ്. തൊട്ടടുത്ത് സുധീഷ് ഇരിപ്പുണ്ട്. സുമേഷ് വന്ന് നോക്കുമ്പോൾ ഇത്രയായിട്ട് എണീറ്റില്ലടാൻ ചോദിക്കുക കേട്ടോ. കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട്. അവസാനം നികേഷിൻ്റെ അടുത്തേക്ക് ചെന്ന് പുതപ്പ് വലിച്ച് നീക്കുമ്പോഴാണ് ദേഹം മുഴുവനും പൊള്ളുന്ന ചൂട്. അയ്യോ നല്ല പനിയുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാനൊരു ഗുളിക എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട് ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ജോലിക്ക് പോകണില്ല, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അയ്യോ ഏട്ടൻ പൊക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ, അവനുള്ള കഞ്ഞിയും മരുന്നും ഒക്കെ ഞാൻ എടുത്തു കൊടുത്തോളാം. പിന്നെ അവൻ എല്ലാ കുട്ടിയൊന്നും അല്ലല്ലോ, കാര്യങ്ങളൊക്കെ അറിയാറായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സുമേഷിനെ അവിടെ നിന്ന് ഓടിച്ച് വിടുകയാണ് കേട്ടോ. എന്നിട്ടും നിധി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പനി വന്നത് ഇവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. വീട്ടിൽ എന്തെങ്കിലും ഒരു മാനസിക പ്രയാസം ഉണ്ടായാൽ ആദ്യം തന്നെ നികേഷിന് പനി പിടിക്കും. അതാണ് പണ്ട് മുതലുള്ള സ്വഭാവം. ഇപ്പോഴും നിധി പോയിൻ്റെ വിഷമത്തിലാണ് ഈ പനിയെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നികേഷ് കിടക്കുന്ന സമയത്ത് സുധീഷ് പതുക്കെ സോപ്പിട്ട് അടുത്തേക്ക് വന്നിട്ട് പറയാം, എടാ നിനക്കെന്താ പെട്ടെന്ന് വന്നത് പനി ഇങ്ങനെ? അത് നിധി പോയോണ്ടല്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം, അവളെ കാണാത്തോണ്ടാണ് നിനക്ക് പനി വന്നതെന്ന്. ഓ അവൻ്റെ ഒരു കാര്യം, ഇവിടെ എന്ത് നടന്നാലും ആദ്യം അവന് പനി വരുമല്ലോ, നീ എന്താടാ ഇങ്ങനെ? എനിക്കറിയില്ല. എടാ നിനക്ക് നിധിയെ വിളിക്കണ്ടേ? നിന്നെ വിളിച്ചായിരുന്നു, എന്നെ ആരും വിളിച്ചില്ല. നീ ഒന്ന് നിധിയെ വിളിച്ച് സംസാരിക്കാവോ പ്ലീസ്? എടാ ഞാൻ ഫോൺ തരാടാ എന്നൊക്കെ പറയാട്ടോ. അപ്പം സമ്മതിക്കണില്ല. വേണ്ട, ഞാൻ വിളിക്കില്ല, ഏട്ടന് വേണ്ടി ഞാൻ വിളിക്കില്ല. ഏട്ടന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി നീ ഒന്ന് സംസാരിക്കടാ, എൻ്റെ ഫോൺ തരാടാ, നീ വീഡിയോ കോൾ വിളിക്കടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പിടാണ്. പക്ഷേ നികേഷ് വിളിക്കണില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പക്ഷേ സുമേഷ് ജോലി സ്ഥലത്ത് ചെന്നിട്ട് നിധിയെ ഫോണിൽ വിളിക്കുകയാണ്. ഓഫീസിൽ നിൽക്കുന്ന നിധി അവിടെ നിന്ന് ഓഫീസറോട് പെർമിഷൻ ചോദിച്ചിട്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ സുമേഷ് പറയാണ്, മോളെ നിനക്കവിടെ സുഖമാണോ? പിന്നെ അവിടെ എല്ലാവർക്കും സുഖമാണോ? ഇവിടെയും സുഖമാണ്. പിന്നെ ഞാൻ വിളിച്ചതേ, മോൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാട്ടോ. എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് കാര്യത്തിനും ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല. ഇനി അവിടുത്തെ താമസം മതിയായെന്ന് തോന്നാലും നേരെ ഇങ്ങോട്ട് വന്നിക്കണം. അത് മതിയായിട്ട് വരണമെന്നല്ല ഏട്ടൻ പറയുന്നത്, നിനക്കിവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ നിധിക്ക് സമാധാനം കൊടുക്കുന്നുണ്ട്. എന്ന എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്